ക്രിസ്മസ് ആ പേര് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരു പ്രത്യേക മധുരം ഓടിയെത്താറില്ലേ? അതെ, ഇന്ന് നമ്മൾ ആ മധുരത്തിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ക്രിസ്മസ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ കേക്കില്ലേ, അതിന് പിന്നിലും വലിയൊരു കഥയുണ്ടെന്ന്? അതെ, നമ്മുടെ സ്വന്തം പ്ലം കേക്ക് തന്നെ. അതിന്റെ ഒരു ചെറിയ കഷ്ണം കഴിക്കുമ്പോഴേക്കും പഴയ ക്രിസ്മസ് ഓർമ്മകളൊക്കെ ഒന്നൊന്നായി മനസ്സിലേക്ക് വരും, അല്ലേ? അപ്പോ ഇന്ന് നമുക്ക് ആ മധുരമുള്ള കഥയിലേക്കൊന്ന് പോയി നോക്കിയാലോ? അപ്പോ എങ്ങനെയായിരിക്കും ഈ കേക്ക് നമ്മുടെയൊക്കെ ക്രിസ്മസ് ഓർമ്മകളുടെ ഒരു ഭാഗമായി മാറിയത്? നമുക്കതിന്റെ തുടക്കം മുതലേ നോക്കാം. ഈ കഥയുടെ തുടക്കം പക്ഷെ ഇവിടെയല്ല, അത് യൂറോപ്പിലാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് വർഷങ്ങൾ പിന്നോട്ടു പോകണം. ഏകദേശം 700 വർഷം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, അത്രയും പഴക്കമുണ്ട് നമ്മുടെ പ്ലം കേക്കിന്റെ ചരിത്രത്തിന്. അപ്പോ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഫ്രിഡ്ജോ മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോ പഴങ്ങളും നട്ട്സും ഒക്കെ കുറേ കാലം കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കും? അതിനൊരു വഴിയായിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയത്. ഇതിനെ അന്ന് ഫ്രൂട്ട് കേക്ക് എന്നാ വിളിച്ചിരുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാല് പഴങ്ങള് സൂക്ഷിക്കാനുള്ളൊരു മാർഗമായിട്ടാണിത് തുടങ്ങിയത്. പിന്നെ പതിയെ 18ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും അതൊരു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി മാറി. ബ്രിട്ടീഷുകാര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോയപ്പോൾ ഈ കേക്കും കൂടെ കൊണ്ടുപോയി. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഇതൊരു ഗ്ലോബൽ ഫെസ്റ്റിവൽ സിംബലായി മാറി. അങ്ങനെ ലോകം മുഴുവൻ യാത്ര ചെയ്ത ഈ കേക്ക് അവസാനം എവിടെയെത്തിയെന്നറിയാമോ? നമ്മുടെ സ്വന്തം ഇന്ത്യയിലേക്ക്. ബ്രിട്ടീഷുകാരുടെ കൂടെയാണ് കേക്ക് ഇന്ത്യയിലെത്തുന്നത്. അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളിലൊക്കെ ഇതൊരു പ്രധാന ഐറ്റമായിരുന്നു. തുടക്കത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ മാത്രമായിരുന്നു ഇതിന് പ്രചാരം. പക്ഷേ അതിന്റെ ആ ഒരു രുചിയുണ്ടല്ലോ, അത് പതിയെ എല്ലാ അതിരുകളും കടന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ടതായി. പക്ഷേ ഈ കേക്കിന് ശരിക്കും ഒരു പുതിയ രൂപവും ഭാവവുമൊക്കെ കിട്ടിയത് നമ്മുടെ കേരളത്തിൽ വെച്ചാണ്. എങ്ങനെയെന്നല്ലേ? നല്ല ഒന്നാന്തരം റമ്മിൽ കുതിർത്തുവെച്ച ഡ്രൈ ഫ്രൂട്ട്സ്, കൂടെ നമ്മുടെ സ്വന്തം ഏലക്കയും ഗ്രാമ്പൂവും ജാതിക്കയും ഒക്കെ ചേർത്ത് ഒരു പ്രത്യേക മസാലക്കൂട്ട്, എന്നിട്ട് മണിക്കൂറുകളോളം ചെറിയ തീയിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെയാണ് കേരള പ്ലം കേക്ക് ലോകം മുഴുവൻ ഫേമസ് ആയത്. പക്ഷേ കേട്ടോ, പ്ലം കേക്ക് എന്ന് പറയുന്നത് വെറുമൊരു ചരിത്രമോ രുചിയോ മാത്രമല്ല. അതിന്റെ യഥാർത്ഥ മാജിക് എന്താണെന്ന് വെച്ചാൽ അത് നമ്മളിൽ നിറയ്ക്കുന്ന സ്നേഹമാണ്. നമ്മുടെ കേരളത്തില് പ്ലം കേക്ക് വെറുമൊരു മധുരമല്ല. വീട്ടില് ഒരു വിരുന്നുകാരൻ വന്നാൽ നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്ന ഒന്നാണ്. അയൽപ്പക്കത്തേക്കൊരു സമ്മാനമായിട്ട് കൊടുത്തുവിടുന്നത് ചിലപ്പോ ഒരു കേക്കായിരിക്കും. അങ്ങനെ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുന്ന ഒരു രുചിയാണ് പ്ലം കേക്ക്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ, എന്താണ് ശരിക്കും ക്രിസ്മസിന്റെ ആ ഒരു സ്പിരിറ്റ്? നമ്മളൊരു കേക്ക് വാങ്ങിയാൽ ആദ്യം ചിന്തിക്കുന്നതെന്താ? ഇത് ആർക്കൊക്കെ കൊടുക്കാം എന്നല്ലേ? അതുതന്നെ, പങ്കുവെക്കൽ. അതാണ് ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം. ആ പങ്കുവെക്കലിന്റെ സ്നേഹം പ്ലം കേക്കിന്റെ ഓരോ കഷ്ണത്തിലുമുണ്ട്. അപ്പോ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ കേക്കിന്റെ രുചിക്ക് എന്തുകൊണ്ടാ ഇത്രയധികം മധുരമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ബേക്കറിയുടെ റെസിപ്പിയിൽ നിന്ന് തുടങ്ങി ഒരു നാടിന്റെ ഉത്സവത്തിന്റെ ചിഹ്നമായി മാറിയപ്പോഴും അതിന്റെ അർത്ഥം ഒന്നുതന്നെ. അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും കടയിൽ നിന്ന് വാങ്ങിയാലും പ്ലം കേക്ക് വീട്ടിലെത്തിയാൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ: ക്രിസ്മസ് എത്തി. ഒന്നോർത്തു നോക്കൂ, 700 വർഷത്തെ യാത്ര. എത്രയോ രാജ്യങ്ങളും സംസ്കാരങ്ങളും കടന്നാണ് ഈ ഒരു രുചി നമ്മുടെയൊക്കെ വീടുകളിലേക്ക് എത്തുന്നത്. അപ്പോ അടുത്ത തവണ ഒരു കഷ്ണം പ്ലം കേക്ക് കഴിക്കുമ്പോൾ ആ വലിയ യാത്രയെക്കുറിച്ചും അതിൽ നിറയെയുള്ള സ്നേഹത്തെക്കുറിച്ചും ഒന്നോർക്കണേ. കാരണം അതിന്റെ ഓരോ കഷ്ണത്തിലും ഒരു വലിയ ചരിത്രം തന്നെയുണ്ട്. വെറുമൊരു കേക്കല്ല, തലമുറകളായി കൈമാറി വരുന്ന സ്നേഹത്തിന്റെ ഒരു മധുര കഥയാണത്.